ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂയറ്റ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് വരികയാണ്. അപ്പോൾ ജനറൽ സർവീസ് അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം. പിന്നെ ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ പിടിപ്പിക്കണ യോക്ക് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം. ഹെഡ്ലൈറ്റ് ബൾബ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, റിയർ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് എന്ത് സൗണ്ടാണെന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഓടിക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സൗണ്ട് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ക്യാം ഷാഫ്റ്റിൻ്റെ ഈ എൻജിൻ ഹെഡിനകത്തൊരു ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ്സ് കാണിച്ചു തുടങ്ങുമ്പോഴൊരു എരമ്പൽ പോലത്തെ ഒരു സൗണ്ട് നിലവിൽ വണ്ടിക്ക് ഉണ്ട്. അതിപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല. കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തന്നെയാണോ എന്ന് പ്രത്യേകം നമുക്ക് അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അത് ചെയ്യാൻ നിൽക്കണ്ട. നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്കത് കൂടുതൽ വേറെ സൗണ്ട് വ്യത്യാസം കാര്യമായിട്ട് വരാണെങ്കിൽ നോക്കിയാൽ മതി. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്നുള്ള സൗണ്ട് ടേസ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ള കേസ്. ഞാനിനി വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ ഹെഡ്ലൈറ്റ് ബൾബ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു പോയിൻ്റ് പോയേക്കാണ്. അപ്പോൾ ബൾബ് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റുക, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡ് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ അടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ ഇട്ടാണ്. ഇത് നിലവിൽ പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമ്മൾ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമേയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഗിയർ ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. പാളി പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. അത് ടയറിൻ്റെ ആണ്. ടയർ മുട്ട എന്ന് പറഞ്ഞാൽ ഫുള്ള് മുട്ടയാണ്, ഒട്ടുമില്ല. അപ്പോൾ ട്യൂബിൻ്റെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ട ട്യൂബിൻ്റെ ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ടയർ എത്രയും പെട്ടെന്ന് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാം. അപ്പോൾ എയർ അടിച്ച് പൊടി കളഞ്ഞ് റീസെറ്റ് ആക്കാം. ഹീറോൻ്റെ കമ്പനി ഫിൽറ്റർ തന്നെ ഇടണം, ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കൊന്ന് യൂസ് ചെയ്തതാണ്. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ക്ലച്ച് യൂണിറ്റ്, അതിൻ്റെയൊക്കെ കണ്ടീഷൻ നോക്കാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ബെൽറ്റ് നോക്കുന്ന സമയത്ത് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ പൊട്ടൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ ചെറിയ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇത് കിടന്ന് ഓടിക്കോളും. ഇത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദീർഘദൂര ഓട്ടങ്ങളൊന്നുമില്ല, വല്ല രാത്രി ഒന്നും ഓടണ കേസുകളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ദീർഘദൂരം അത്യാവശ്യം നല്ല ലോങ് ഡെയിലി യൂസേജ് ഉണ്ട്, നല്ല രീതിയിൽ ഓടണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബെൽറ്റ് ഇതിടരുത്, മാറ്റിയിട്ടോണം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അതനുസരിച്ചിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റ് മാറ്റിയിടാം. നൈറ്റൊക്കെ ഓടണ വണ്ടിയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും വഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. ഇതടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അപ്പോൾ എന്തുകൊണ്ടും മാറ്റുന്നത് നന്നായിരിക്കും. ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ റിപ്ലൈ തന്നിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം അത് വേണമെങ്കിൽ ഇവിടെ ചെറിയ ഓട്ടമൊക്കെ ഉള്ളെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു കിടക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ രണ്ടും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അത് കാർബറേറ്റർ ക്ലീൻ ചെയ്യണ കേസൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. പിന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും, എത്തനോളാണ് അതിനകത്ത് 20%. അത് ഉപയോഗിക്കുമ്പോൾ കാർബറേറ്റർ മോഡൽ വണ്ടികളുടെ കാർബറേറ്ററിൻ്റെ അടിഭാഗം ദ്രവിച്ചു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന വണ്ടിക്ക് സാധാരണ കാണുന്ന കംപ്ലയിൻറ്റ്സാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്. പെട്രോൾ ആ പൈപ്പ് വഴി, കറുത്ത പൈപ്പ് വഴി താഴേക്കടെ ചാടി പോകുന്നൊരു കംപ്ലയിൻറ്റ് വരും. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും, മിസ്സിങ് കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാർബറേറ്റർ അഴിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കാർബറേറ്റർ അഴിച്ചാൽ ഏകദേശം ചുരുങ്ങിയത് നമുക്കൊരു 500-550 നമുക്ക് ചിലവുണ്ട്. ആ ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം തുടണ്ട. ഞാൻ ഈ കാര്യം പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ വണ്ടിക്ക് കാണിച്ചേക്കാം. കാരണം ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി പിന്നീട് അത് വന്നേക്കാം. കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ്. ഒട്ടുമിക്ക വണ്ടി നമ്മളൊരു 10 വണ്ടി ഗ്യാരണ്ടി ചെയ്യാനകത്തൊരു 8 വണ്ടിക്കും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണത് കാരണം കേട്ടോ. നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി വലിയ താമസിച്ചാണ്ട് ഒരു വർഷം കിട്ടിയേക്കും. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി കയറണേക്കാളും മുമ്പ് ഈ രീതിയിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് കഴുകാം. കാരണം എന്ന് വെച്ചാൽ
നമ്മൾ ബോഡി സെറ്റ് ചെയ്തിട്ടാണ് കഴുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ചെളിയൊന്നും പോകില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത നമുക്ക് ബോഡി വാഷിംഗ് ചെയ്താൽ മതി. വെറുതെ ബോഡി കഴുകണതിന് 150 രൂപയാണെങ്കിൽ ഓപ്പൺ വാഷിംഗ് അത് അഴിച്ച് കഴുകുമ്പോൾ 300 കൊടുക്കേണ്ടി വരും. അത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് അത്യാവശ്യം അഴുക്കത് ഈ ടാപ്പിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം ചെളിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അഴുക്കുള്ളത് കൊണ്ട് ഞാൻ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് എമൗണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഈ ഒരു ബൾബ് പോയി കിടക്കുന്നുണ്ട്. നമുക്ക് വന്നത് കമ്പനി ഇതേപോലത്തെ ബൾബല്ല, നമുക്ക് കമ്പനി ബൾബ് വരാം. അതായത് മെർക്കുറി, സാധാരണ നമ്മുടെ മെർക്കുറി ബൾബ് ഹാലജൻ. ഇത് മറ്റേ ബ്ലൂ ടൈപ്പാണ് വന്നതാണ്. അതിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധാ ഉണ്ടാവുള്ളൂ. അത് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. അതല്ലെങ്കിൽ ഇത് പുറമേ നിന്ന് മേടിച്ചിട്ടുണ്ടായിട്ട് വരും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കമ്പനി ഒറിജിനൽ പാർട്സിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ എസ്റ്റിമേറ്റിനകത്ത് അതിൻ്റെ എമൗണ്ടാണ് ഉൾപ്പെടുത്തുന്നത്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും നല്ല ടയറാണ്. ഫ്രണ്ട് ഷോക്കിൻ്റെ ആയാലും പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു. ഫ്രണ്ട് ഷോക്ക് നിലവിൽ ഇപ്പോൾ ലീക്കേജ് ഒന്നും കാണുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലീക്കൊന്നുമില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2025 ബാറ്ററിയാണ്. വലിയ പഴക്കമായിട്ടില്ല. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. ജസ്റ്റ് വോൾട്ട് ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. 13.20 വോൾട്ട് ഉണ്ട്. പിന്നെ അതിനകത്ത് മീറ്റർ കേബിൾ കംപ്ലയിൻറ്റ്. മീറ്റർ കേബിളൊക്കെ ഊരി കളഞ്ഞാണ്. മീറ്റർ വർക്കിംഗ് അല്ല. ഒന്നാമത് അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ മീറ്റർ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ സൈഡിലത്തെയാണ് ലിവറിൻ്റെ ബ്രാക്കറ്റ് ഒടിഞ്ഞ് വെക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്ക് പ്ലഗ് മാറ്റിയിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നുണ്ട്. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്. ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് അതിനകത്ത് വരുന്നുണ്ട്, കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ സിയിലേക്ക് വരുമ്പോഴത്തേക്കും ലിവറിൻ്റെ ബ്രാക്കറ്റ് ലിവർ നമ്മളതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത് അഴിക്കുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് അതും കൂടി മാറ്റിയിടണമായിരിക്കും നല്ലത്. കാരണം അതല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അഴിക്കേണ്ടി വരും. പിന്നെ ഹെഡ്ലൈറ്റ് ബൾബ്, ആ കമ്പനി ബൾബിൻ്റെ റേറ്റാണ് ഞാൻ ഉൾപ്പെടുത്തണേ. അത് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെയാണ് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടയറിൻ്റെ കണ്ടീഷൻ. ടയറും എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട്. അത് കമ്പനി ടയർ, MRFൻ്റെ ടയർ, സാപ്പർ മോഡൽ, കമ്പനി വരുന്ന മോഡൽ ടയർ നമ്മൾ അതിനകത്ത് കാണിക്കണേ. അപ്പോൾ അതും കൂടി കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ടയർ ബെൽറ്റിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ കണ്ട പ്രോബ്ലംസ് നമ്മൾ എസ്റ്റിമേറ്റിൽ കാണിക്കണമെന്നുള്ളൂ. പെർമിഷൻ നിങ്ങൾ തന്നാൽ മാത്രമാണ് നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും പെർമിഷൻ കിട്ടിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ.